ചെങ്ങന്നൂരിൽ നിന്നും രഘുനാഥ് നാരായണൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രഘു, അവിടെ എങ്ങനെയുണ്ട് മഴ? മഴ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുള്ളൂ, പക്ഷേ കിഴക്കൻ വെള്ളം ഒഴുകി എത്തുകയാണ്. പമ്പയിലെയും മണിമലയാറ്റിലെയും വെള്ളമാണ് ഈ പ്രദേശത്തെ മുക്കിയിരിക്കുന്നത്. നമുക്ക് സാധാരണ നമ്മൾ കുട്ടനാട്ടിലൊക്കെ കാണുന്നത് പോലെ, അല്ലെങ്കിൽ കുട്ടനാട്ടിൽ മാത്രം കാണുന്നത് പോലെ ഈ വിശാലമായ പാടശേഖരത്തിൽ ഇത്രയധികം വെള്ളം 2018 ആദ്യമേ ഇവിടെ എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നൊക്കെ ആളുകളൊക്കെ ഒഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്രത്തോളം വെള്ളമുണ്ടെന്ന്. നമുക്ക് ആ ഒരു സൂമിലേക്ക് പോകുമ്പോൾ കാണാൻ സാധിക്കും. അവരൊരു വീട്ടിലേക്ക് പോവുകയാണ്. നമ്മളോട് സംസാരിച്ചിട്ടാണ് പോയത്. അവിടെ വീട്ടിൽ വെള്ളം കയറി, ആ വീട്ടിലെ വെള്ളം മാറ്റാൻ വേണ്ടി പോവുകയാണ്. അവർക്ക് കഴുത്തറ്റോളം വെള്ളമുണ്ട്. ഇന്നലെ വൈകുന്നേരം വരെ മനുഷ്യർ വാഹനം ഓടിച്ചിരുന്ന സ്ഥലത്തൂടെയാണ് ഇപ്പോൾ ആളുകൾ ഇത്തരത്തിൽ പോകേണ്ടി വരുന്നത്. ചേട്ടാ, ഈ 2018 മാത്രമേ ഇവിടെ ഇങ്ങനെ വെള്ളം വന്നിട്ടുള്ളൂ? അത്രേ ഉള്ളൂ, 2018 മാത്രമേ ഇത്ര വെള്ളം വന്നിട്ടുള്ളൂ. അല്ലാതെ ഇവിടെ ഇത്ര പ്രശ്നം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരടിക്ക് മാത്രമേ റോഡിൽ വെള്ളം വരാറുള്ളൂ. പക്ഷേ ഇത് ഇച്ചിരി വെള്ളം കൂടുതലാണ്. ഇവിടെ ഒരു 2 ആൾ വെള്ളത്തിൽ പനിച്ചിൽ വെള്ളം ഉണ്ടായിരുന്നു. നമ്മൾ രക്ഷാപ്രവർത്തനമായിട്ട് പോയതാണ്. 10-300 വൈകുന്നേരം എത്ര വെള്ളം ഉണ്ടായിരുന്നു? ഇന്നലെ ഇവിടെ വെള്ളമില്ലായിരുന്നു. രാത്രി ഒട്ടും വെള്ളമില്ലായിരുന്നു. ഈ റോഡിൽ ഒട്ടും വെള്ളമില്ലായിരുന്നു. ആൾക്കാരൊക്കെ പോയി ഒട്ടും വെള്ളമില്ലായിരുന്നു ഈ റോഡിൽ. ചേട്ടൻ്റെ വീട്ടിലൊക്കെ വെള്ളം കയറി? ഇപ്പം വെള്ളം കയറി. ഇപ്പം മുട്ടിന് മേളിൽ വെള്ളമാണ്. എപ്പോൾ കയറി വെള്ളം? ഞാൻ അറിഞ്ഞില്ല, ഉറക്കമായിരുന്നു. രാത്രിയിൽ ഒരു 3 മണിയായപ്പോൾ ചേട്ടൻ്റെ മക്കൾ വന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ അറിയുന്നത് വെള്ളം കയറിയെന്ന്. അവർ പെരയ്ക്കകത്ത് കയറി. ഞാൻ ഇറങ്ങുന്ന വെള്ളത്തിലൂടെ ചവിട്ടുന്നത്. ഈ റോഡ് സൈഡിൽ തന്നെ എൻ്റെ വീട്. ഇതാണ് മനുഷ്യരുടെ അവസ്ഥ. ചേട്ടാ, എവിടെയാ ബാഗൊക്കെ ആയിട്ട് എവിടെ പോവാ? ഞാൻ ജോലി കഴിഞ്ഞ് വരുന്ന വഴിയാ. നമ്മള് ജോലി സ്ഥലത്തായിരുന്നു. അവിടെ ജോലിക്ക് പോയപ്പോൾ വീട്ടിൽ വെള്ളമില്ലായിരുന്നു? ഇല്ലായിരുന്നു. ഇപ്പം അത് അറിഞ്ഞുകൊണ്ട് വന്നതാ. തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്നത്. ഇവിടുന്ന് ജോലി കഴിഞ്ഞ് വന്ന വീട്ടിൽ വെള്ളം കയറിയെന്ന് അറിഞ്ഞുകൊണ്ട് വരിക. വീട്ടിൽ എല്ലാവരും മാറി. അവിടുന്ന് എല്ലാവരും ക്യാബിലോട്ടൊക്കെ മാറി. അതിനുവേണ്ടി വന്നതാ. അതിനുവേണ്ടി ഇപ്പൊ വരുന്ന വഴിയാ. 2018 വെള്ളം കയറിയായിരുന്നു? 2018 ഇതിൽ നല്ല വെള്ളമായിരുന്നു. ഭയങ്കര വെള്ളമായിരുന്നു. ഇത് പൊതുവെ അങ്ങനെ ഈ കുട്ടനാട്ടിലൊക്കെ പോലെ വെള്ളം സ്ഥിരമായി മഴക്കാലത്ത് വെള്ളം കയറുന്ന ഒരു സ്ഥലമല്ല. ഇത് 2018 പ്രളയത്തിലാണ് ഇവിടെ ഇത്രയധികം വെള്ളം വന്നത്. ഇതിന്റെ വലതുവശത്തോട് പമ്പയാറും ഇടതുവശത്തോടുകൂടി മണിമലയാറും ഒഴുകി പോകുന്നുണ്ട്. അപ്പം ആളുകൾ പറയുന്നത് പമ്പയാറ്റിൽ നിന്നുള്ള വെള്ളം വന്നു തുടങ്ങിയിട്ടില്ല, മണിമലയാറ് വഴി വരുന്ന വെള്ളമാണ്. മണിമലയാറ് കവിഞ്ഞാണ് ഇത്രയധികം വെള്ളം ഇവിടെ വരാൻ വേണ്ടി കാരണം. ഒരു കാർഷിക മേഖല കൂടിയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. വാഴയുണ്ട്. ഓണമൊക്കെ ലക്ഷ്യമിട്ട് തൊട്ടപ്പുറത്തൊരു ചെറിയ വാഴത്തോട്ടമുണ്ട്. അവിടെയൊക്കെ ഈ ഏത്തവാഴയൊക്കെ കുലച്ച് നല്ല ഓണത്തിന് വേണ്ടി വെട്ടാൻ പറ്റുന്ന പാകത്തിലുള്ള വാഴയൊക്കെ ആയിരുന്നു. അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ആളുകൾക്ക് വലിയ ഭീതിയുണ്ട്. കാരണം നമുക്ക് 2018 പ്രളയ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട്. അന്നത്തെ ഇവിടുത്തെ MLA ആയിരുന്ന സജി ചെറിയാൻ കരഞ്ഞത് എൻ്റെ നാട്ടിലെ മുഴുവൻ ആളുകളും മുങ്ങാൻ പോകുന്നു. അത്തരം ഒരു ഭീതിയിലൂടെയാണ് ആളുകൾ കടന്നു പോകുന്നത്. അന്ന് രാത്രിയിലായിരുന്നു വെള്ളം വന്നത്. ഇന്നും രാത്രി കാലത്താണ് വെള്ളം വന്നത്. പക്ഷേ മുൻകരുതൽ കൊടുത്തിരുന്നു. ആളുകളോടൊക്കെ മാറിപ്പോകാൻ വേണ്ടി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു കാര്യം ഏതായാലും ഉണ്ടായത് ആശ്വാസകരമായ കാര്യമാണ്. പലരും വീടൊഴിഞ്ഞു. ചില ആളുകളൊക്കെ ചേട്ടാ വീട്ടിലൊക്കെ വെള്ളം കയറിയോ? ഇല്ല, വാതിക്കൽ ഇങ്ങനെ നിൽക്കുന്നു. വെള്ളം കയറാനുള്ള ചാൻസ് ഉണ്ട്. മഴ പെയ്താൽ, കിഴക്ക് പെയ്താൽ മാത്രമേ. ഇവിടെ 2018 ഇങ്ങനെ വെള്ളം വന്നിട്ടുള്ളൂ? അതെ, അത് ഭയങ്കര വെള്ളമായിരുന്നു. ഇതിലും വലിയ വെള്ളമായിരുന്നു. സാധാരണ ഈ മഴക്കാലത്തൊന്നും ഇവിടെ ഇങ്ങനെ വെള്ളം വരില്ല? ഇല്ല, അതിനുള്ള വെള്ളമൊന്നും വരത്തില്ല. ചെറിയ കണ്ടമൊക്കെ നിറയത്തേ ഉള്ളൂ. റോഡിലൊന്നും കയറത്തില്ല? ഇല്ല, ഇതിപ്പം ഓൾറെഡി കണ്ടം നിറഞ്ഞിട്ടില്ലായിരുന്നു. നിറഞ്ഞു പോയിരുന്നെങ്കിൽ മഴ പെയ്ത് നിറഞ്ഞു പോയിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ വെള്ളമായി പോയി. ഇത് പാറ്റ് വെള്ളം ഇപ്പോൾ കയറി വന്നുകൊണ്ടാണ് ഇത്രയൊരു പ്രശ്നം. ഒഴുകി പോകുന്നു തോന്നുന്നു 2 സൈഡിൽ. പക്ഷെ ഇന്ന് രാവിലെ എണ്ണിച്ചപ്പോഴത്തേക്കാണ് കൂടുതലാണ്. പക്ഷെ ഇനിയുള്ള അവസ്ഥ പറയാൻ പറ്റില്ല. തയ്യാറങ്ങുവാനുള്ള ഇന്നലെ ഞാൻ വണ്ടി ഓടിച്ചതിൽ പോയതല്ലേ. രാത്രി കാർ കൊണ്ട് വലിച്ചെറിയിട്ടിട്ട് തിരിച്ചു വന്നതാണ്. ഇതാണ് ഇന്നലെ ഒന്ന് മനുഷ്യൻ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്ക് വീട്ടിൽ വെള്ളം കയറുന്നത് എത്രത്തോളം ഭീകരമായ അവസ്ഥയാണെന്ന് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ ഏരിയയിൽ തന്നെ നിരവധി വീടുകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇവിടെ മാത്രമല്ല, ഞാനുള്ള തിരുവനന്തപുരം പഞ്ചായത്തിലാണ്. ഇന്ന് സമാനമായ രീതിയിൽ പാണ്ടനാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ, എണ്ണക്കാട് അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതേപോലെ വെള്ളം കയറിയിട്ടുണ്ട്. ഈ പ്രത്യേകിച്ച് നമ്മുടെ ഈ കിഴക്കൻ വെള്ളം വന്നു പോവുക, ഈ പമ്പയാറ് ഇങ്ങനെ ഒഴുകി പോകുന്നത് ചെങ്ങന്നൂർ കുട്ടനാട് വഴി, അപ്പർ കുട്ടനാട് വഴി വേണം ഈ പമ്പയാർ ഒഴുകി കടലിലേക്കും കായലിലേക്കും ഒക്കെ ചെല്ലാൻ. സാധാരണ നിലയിൽ താഴ്ന്ന പ്രദേശങ്ങളാണ് വെള്ളത്തിൽ കയറുക. കുട്ടനാട്ടിലെ അപ്പർ കുട്ടനാട്ടിലെയും ഒക്കെ മാന്നാറ്, പള്ളിപ്പാട്, വിയ്യപുരം അല്ലെങ്കിൽ ചെറുതന അടക്കമുള്ള സ്ഥലങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ, ഇത്രയും ഒന്നും വെള്ളക്കെട്ടുണ്ടാവില്ല, എന്നാലും ഒരു സാധാരണ നിലയിലുള്ള വെള്ളപ്പൊക്കം ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഇത് ഒരു വല്ലാത്ത അവസ്ഥയാണ്. കാരണം 2018 പ്രളയത്തിൽ വെള്ളം കയറിയ ഇടങ്ങളിലൊക്കെ അത്ര തീവ്രമായിട്ടല്ലെങ്കിൽ പോലും വെള്ളം കയറുന്നു. സാധാരണ നിലയിൽ വെള്ളം കയറാത്ത ഇടങ്ങളിലേക്കും വെള്ളം എത്തുന്നു എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. രഘു, ഇവിടങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരോട് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടോ? അത്തരത്തിൽ എത്ര ക്യാമ്പുകളാണ് അവിടെ പ്രവർത്തിക്കുന്നത്?
ഇതിനോടകം തന്നെ ചെങ്ങന്നൂരിൽ 10-ലധികം ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. ആളുകൾ സ്വാഭാവികമായിട്ട് തന്നെ ഒഴിഞ്ഞു പോകും. കാരണം ഈ 2018 ഒരു പ്രളയ ഭീതി ആളുകൾക്കുള്ളത് കൊണ്ട് തന്നെ ആളുകൾ സ്വാഭാവികമായിട്ട് തന്നെ ക്യാമ്പിലേക്ക് പോകാൻ പറഞ്ഞ ക്യാമ്പിലേക്ക് പോകും എന്ന് മാത്രവുമല്ല, ഈ പറയുന്നത് പോലെ ഈ 2018 പ്രളയത്തിന് ശേഷം പല ആളുകളും വീടിൻ്റെ മുകളിൽ ഈ വെള്ളം വന്നാൽ താൽക്കാലികമായിട്ട് 1, 2, 3 ദിവസമൊക്കെ താമസിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ അല്പം സമ്പാദ്യമൊക്കെ പൈസയൊക്കെ ഉള്ള ആളുകളൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം വീട് വിട്ടു പോവുക എന്നുള്ളത് നമുക്കറിയാം. അതായത് ഉടുതുണിയുമായി മാത്രം ഒരു വീട്ടിൽ നിന്ന് സ്ഥിരമായി താമസിക്കുന്ന ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക എന്നുള്ളത് എത്രത്തോളം മാനസികമായും ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്.